ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ P&L എങ്ങനെയാണ് ചെയ്യുന്നത് ബാങ്കിങ് കമ്പനിയുടെ, പിന്നെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ റിബേറ്റ്സ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ബാങ്കിങ് കമ്പനീസിൻ്റെ അക്കൗണ്ട്സിൽ. അപ്പോൾ നമ്മൾക്കറിയാം, ഒരു ബാങ്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബാങ്കിങ് കമ്പനീനെ സംബന്ധിച്ച് അവരുടെ മേജർ റവന്യൂ അല്ലെങ്കിൽ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്, അല്ലേ? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ലോൺസ് കൊടുത്തിട്ടുണ്ടാകും, അഡ്വാൻസസ് കൊടുത്തിട്ടുണ്ടാകും കസ്റ്റമേഴ്സിന്. അതിന് അഗൻസ്റ്റായിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ മേജർ ഇൻകം ഏണിംഗ് സോഴ്സ്. അതുപോലെ തന്നെ ഒരു ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസ് തന്നെയാണ്. അപ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസസിന് അഗൻസ്റ്റായിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് കിട്ടും എന്ന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡൗട്ട്ഫുൾ എന്ന് പറയും, അല്ലേ? അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് തിരിച്ച് കിട്ടില്ല എന്ന് സംശയമുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ എങ്ങനെ അക്കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ ഇൻട്രസ്റ്റ് ആക്ച്വലി റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ്, നമ്മൾ അങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതിക്കൊണ്ടിരുന്നത്. കസ്റ്റമർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, കസ്റ്റമർ ലോൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനെ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് എഴുതും. പിന്നെ ഇയർ എൻഡിൽ ആ ഇൻട്രസ്റ്റ് കിട്ടിയതിന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? P&L, അല്ലേ? ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു P&L എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ 3 ജേണൽ എൻട്രി എഴുതിയാണ് ഇൻട്രസ്റ്റിൻ്റെ അക്കൗണ്ടിങ് നടത്താറ്. പക്ഷേ ഇവിടെ കിട്ടുമെന്ന് നമ്മൾക്ക് ഉറപ്പില്ല, അല്ലെങ്കിൽ ബാങ്കിന് ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസിന് അഗൻസ്റ്റായിട്ട് ഇൻട്രസ്റ്റ് കിട്ടും എന്ന് ഉറപ്പില്ല, ഡൗട്ട്ഫുള്ളാണ്. അപ്പം നമ്മൾ ഡൗട്ട്ഫുൾ ആണെങ്കിൽ, അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടില്ല എന്നൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? ഒരു പുതിയൊരു അക്കൗണ്ടിങ് ഹെഡ് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടിങ് ഹെഡിൻ്റെ പേരാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പം നമ്മൾ മുന്നേ ചെയ്തിരുന്നത്, അതായത് ഒരു ഡൗട്ടുമില്ല, ക്ലിയറായിട്ട് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും, നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് എന്ന് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യും. ഇത് ഡ്യൂ ആകുമ്പോൾ, അപ്പോൾ കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്, ഇതാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ എഴുതേണ്ട എൻട്രി. പക്ഷേ നമ്മൾക്ക് ഉറപ്പില്ല ഇൻട്രസ്റ്റ് കിട്ടുമെന്ന്, അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തത്. ഇനി അത് റിസീവ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എത്ര? നമ്മൾ ആദ്യം ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് തന്നെ വെച്ച് ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിരിക്കണം അതിൻ്റെ അഗൻസ്റ്റായിട്ട് എഴുതുക. പിന്നെ എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം? ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അതായത് ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മുഴുവൻ കിട്ടില്ല, ചിലപ്പോൾ പാർഷ്യലായിട്ട് പേയ്മെൻറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ പാർഷ്യലായിട്ട് കിട്ടിയ പേയ്മെൻറ്റ് മാത്രം ഇൻട്രസ്റ്റിൻ്റെ നേരെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ചിലപ്പോൾ 100 ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് 100 ആണ് നമ്മൾ ഡ്യൂ ആയിട്ട് കാണിച്ചേക്കുന്നത്. അതായത് നമുക്ക് ഡൗട്ടാണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ 100 രൂപ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾക്ക് റിസീവ് ചെയ്തപ്പോൾ 100 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 40 രൂപയെ കിട്ടിയുള്ളൂ. അപ്പം നമ്മൾ എൻട്രി പാസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റ് 100 ടു ഇൻട്രസ്റ്റ് 40 രൂപ കിട്ടി. അപ്പോൾ ടു ഇൻട്രസ്റ്റിൻ്റെ നേരെ 40 എന്ന് എഴുതുക. ബാക്കി 60 രൂപ കിട്ടിയില്ല, അപ്പോൾ അത് കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ടു കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് ആ റിയലൈസ് ചെയ്യാത്ത പോർഷനെ ക്രെഡിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾക്കതൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. അപ്പോൾ ഇത്രയും കൂടി ആ ജേണൽ എൻട്രീസ് ക്ലാരിറ്റി വരും. അപ്പോൾ ഇല്ലസ്ട്രേഷനിൽ പറഞ്ഞേക്കുന്ന വൈൽ closing the books of Safety Bank on 31/3/2017, there is an unsecured balance of rupees 4 lakh in the loan ledger of Mr. Bharat, whose financial condition is doubtful. Interest due on same date is rupees 40,000. Safety Bank 31 March 2017 അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തപ്പോൾ ലോൺ ലെഡ്ജറിൽ ഒരു 4 lakh ബാലൻസ് ഉണ്ട്. അതായത് ലോൺ 4 lakh ക്രെഡിറ്റ് അസറ്റ് സൈഡിൽ ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആരുടെ പേരിലാണ് ലോൺ? മിസ്റ്റർ ഭരതിനാണ് ആ ലോൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ 4 ലക്ഷം രൂപ ഭരത് ബാങ്കിന് തരാനുണ്ട്, അഡ്വാൻസ് ചെയ്തേക്കുന്നതാണ്. ഇനി അതിന് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? ആ സെയിം ഡേറ്റിൽ തന്നെ 31 March 2017 ആ 4 lakhന് അഗൻസ്റ്റായിട്ട് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 ആണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഇല്ലസ്ട്രേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഭരതിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അത്ര സ്റ്റേബിൾ അല്ല, ഡൗട്ട്ഫുള്ളാണ് റീപേ ചെയ്യുമോ എന്നുള്ള കാര്യം. അപ്പോൾ 31 March 2017 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ നമ്മൾ
എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾക്ക് ഉറപ്പില്ല ഇൻട്രസ്റ്റ് കിട്ടുമോ എന്നുള്ളത്. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റിനെ ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എൻട്രി കസ്റ്റമേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ്. ഇവിടെ കസ്റ്റമർ ആരാ? ഭരതാണല്ലേ. അപ്പോൾ 31 March 2017 ഭരത്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. എത്ര ഇൻട്രസ്റ്റ് കിട്ടാനുള്ള? 40,000 ആണ് ഇൻട്രസ്റ്റ് കിട്ടാനുള്ളത്. ഡൗട്ട്ഫുൾ ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് സസ്പെൻസിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഭരത്സ് ലോൺ അക്കൗണ്ട് അറ്റ് 40,000 ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് 40,000. ഇൻട്രസ്റ്റ് സസ്പെൻസ് 40,000 ക്രെഡിറ്റ് ചെയ്തു. ഇത് ഡ്യൂ എൻട്രി നമ്മൾ പാസ് ചെയ്തതാണ്. ഇനി പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു April 2017. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്, ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ May 2017 മിസ്റ്റർ ഭരത് ബിക്കംസ് ഇൻസോൾവൻറ്റ്. ഭരത് May 2017 ബാങ്ക്രപ്റ്റായി. ഭരതിൻ്റെ ഇന്ന് ₹1 കിട്ടേണ്ട സ്ഥാനത്ത് ബാങ്കിന് എത്ര കിട്ടിയിട്ടുള്ളൂ? 70 പൈസ. May 2017 ഭരത് ബാങ്ക്രപ്റ്റായി, പക്ഷേ ₹1 കിട്ടേണ്ട സ്ഥാനത്ത് ഭരതിൻ്റെ ഇന്ന് 70 പൈസ ബാങ്കിന് കിട്ടി. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ വന്നു അല്ലേ. ബാങ്ക് അക്കൗണ്ട് അറ്റർ എത്ര കിട്ടി? 4 lakh കിട്ടേണ്ടതാണ്, പ്ലസ് ഒരു ഇൻട്രസ്റ്റ് 40,000 കിട്ടേണ്ട അല്ലേ. അങ്ങനെ ടോട്ടൽ ഭരതിൻ്റെ നിന്ന് 4 lakh പ്രിൻസിപ്പൽ പ്ലസ് 40,000 ഇൻട്രസ്റ്റ്, അതായത് 4,40,000 കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എത്ര കിട്ടിയുള്ളൂ? 70 പൈസ വെച്ചേ കിട്ടിയുള്ളൂ ഓരോ രൂപയ്ക്കും അല്ലേ. അപ്പോൾ 4,40,000 ഇൻറ്റു 0.7 എത്ര കിട്ടി ഭരതിൻ്റെ നിന്ന് ബാങ്കിൽ? 3,08,000. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് 3,08,000 ടു ഭരത്സ് ലോൺ അക്കൗണ്ട് 3,08,000. അപ്പോൾ 3,08,000 കിട്ടിയിട്ടുള്ളൂ. എത്ര കിട്ടണമായിരുന്നു? 4,40,000 കിട്ടണമായിരുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് 40,000 ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൽ 70 പൈസ 40,000-ൽ 70 പൈസ വെച്ച് കിട്ടി. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് എൻട്രി നമ്മൾ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ നമ്മൾ ആദ്യം ക്രെഡിറ്റാണ് ചെയ്ത് അതിന് ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ എത്ര? 40,000 അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ 40,000. ഇതിലെത്ര കിട്ടി? 40,000 ഇൻറ്റു 0.7 കിട്ടി അല്ലേ. അപ്പോൾ റിയലൈസ് ചെയ്ത എമൗണ്ട് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യണം. ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് 40,000 ഇൻറ്റു 0.7 28,000. ബാക്കി 0.3 നമ്മൾക്ക് കിട്ടിയിട്ടില്ല അല്ലേ. അപ്പോൾ 40,000 ഇൻറ്റു 0.3 12,000 ഭരതിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റ് 40,000 ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് റിയലൈസ്ഡ് പോർഷൻ 28,000 ടു ഭരത്സ് ലോൺ അക്കൗണ്ട് 12,000 അൺറിയലൈസ്ഡ് പോർഷൻ. ഇനി നമ്മൾക്ക് ഭരതിൻ്റെ നിന്ന് എത്ര കിട്ടാനുള്ള? 4 lakh കിട്ടാനുണ്ടായിരുന്നു പ്രിൻസിപ്പൾ അല്ലേ. പക്ഷേ പ്രിൻസിപ്പളിൽ 0.3 കിട്ടിയിട്ടില്ല, 0.7 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ഡെറ്റാണ്. 70 പൈസ കിട്ടിയിട്ടുള്ളൂ. 4 ലക്ഷത്തിൽ 70 പൈസ വെച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 30 പൈസ എന്ന് പറയുന്നത് ബാഡ് ഡെറ്റാണ്, കിട്ടില്ല അല്ലേ. നമ്മൾ ഡെറ്റേഴ്സൊക്കെ ചെയ്തപ്പോൾ തന്നെ നമ്മൾക്കറിയാം ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ലോണിൻ്റെ കാര്യത്തിലും. 4 ലക്ഷത്തിൽ 30 പൈസ വെച്ച് ഓരോ രൂപയ്ക്കും കിട്ടില്ല എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. 70 പൈസ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ 4 lakh ഇൻറ്റു 0.3 1,20,000 ബാഡ് ഡെറ്റാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി എന്താ? ബാഡ് ഡെറ്റ് അക്കൗണ്ട് അറ്റ് ടു ഭരത്സ് ലോൺ അക്കൗണ്ട് 1,20,000, അതായത് 4 lakh ഇൻറ്റു 0.3. ഇതാണ് ജേണൽ എൻട്രി. കൂടാതെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ലെഡ്ജർ അക്കൗണ്ട്സും കൂടി പ്രിപ്പയർ ചെയ്യാൻ. അഫക്റ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ്, അതായത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടും ഭരത്സ് ലോൺ അക്കൗണ്ടുമാണ് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഭരത്സ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഭരത്സ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 31 March 2017 നമ്മൾ എന്താ എൻട്രി പാസ് ചെയ്തത്? അതായത് ഇവിടെ ഭരത്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ട് അല്ലേ, 40,000. അതിന് മുന്നേ ഇവിടെ ബാലൻസ് എത്രയാണെന്ന് പറഞ്ഞത്? 4 lakh ഉണ്ട് അല്ലേ, ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ 31 March 2017 ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 4 lakh. കൂടാതെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന 40,000. എൻട്രി എന്താ? ഭരത്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ ഭരത്സ് ലോൺ അക്കൗണ്ടിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എത്രയാണ്? 40,000. അപ്പോൾ 4 lakh പ്ലസ് 40,000 4,40,000 ആണ് അവൾക്ക് ഭരതിൻ്റെ നിന്ന് കിട്ടാനുള്ള ബാങ്കിന്. ആ വർഷത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 4,40,000. അടുത്ത അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്തു. ടു ബാലൻസ് ബ്രോ ഡൗൺ ഫസ്റ്റ് ഫോർ 2017 എത്രയാണ്? 4,40,000. അതിന് എങ്ങനെ റിയലൈസ് ചെയ്തത്? ആദ്യത്തെ എൻട്രി, അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആദ്യത്തെ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഭരത്സ് ലോൺ അക്കൗണ്ട്. അപ്പോൾ ഭരത്സ് ലോൺ അക്കൗണ്ടിൽ ബൈ ബാങ്ക് 3,08,000 ബൈ ബാങ്ക് 3,08,000 എഴുതി.
ഇനി അടുത്ത എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് സസ്പെൻസിൻ്റെ ആണ് അല്ലേ. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഭാരത് ലോൺ അക്കൗണ്ട്. അപ്പോൾ ടു ഭാരത് ലോൺ അക്കൗണ്ടിൻ്റെ 12,000 ഉണ്ട്. അപ്പോൾ ഭാരത് ലോൺ അക്കൗണ്ടിൽ എങ്ങനെ എഴുതേണ്ടത്? ബൈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റ് 12,000 അല്ലേ. ബൈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റ് 12,000. ഇനി അവസാനത്തെ എൻട്രി എന്താ? ബാഡ് ഡെറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കിട്ടാത്ത പോർഷൻ 0.3 പൈസയുടെ ഇത് ബാഡ് ഡെറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് അറ്റ് ടു ഭാരത് ലോൺ അക്കൗണ്ട്. ഭാരത് ലോൺ അക്കൗണ്ടിൽ എങ്ങനെ വരും? ബൈ ബാഡ് ഡെറ്റ് 1,20,000 അതും എഴുതി. രണ്ട് സൈഡും ടാലി ആയിപ്പോയി. അങ്ങനെ ഭാരതിൻ്റെ ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി അഫക്റ്റഡ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് ആണ് അല്ലേ. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടും നമ്മളെന്ന അക്കൗണ്ട് പാസ് ചെയ്യുന്ന ആദ്യമായിട്ട് 31 മാർച്ച് 2017 ആണ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ ഭാരത് ലോൺ അക്കൗണ്ട്. അപ്പോൾ ബൈ ഭാരത് ലോൺ അക്കൗണ്ട് ഓൺ 31 മാർച്ച് 2017 40,000. പിന്നെ ആ വർഷം വേറെ ട്രാൻസാക്ഷൻ ഒന്നുമില്ല, വേറെ ഇൻട്രസ്റ്റ് സസ്പെൻസിൽ ക്രെഡിറ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് 31 മാർച്ച് 2017 ടു ബാലൻസ് ക്യാരിഡ് ഓൺ 40,000. അടുത്ത വർഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യണം അല്ലെങ്കിൽ ബ്രോഡ് ഫോർവേഡ് ചെയ്യണം 1/4/2017 ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 40,000. ഇതെടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു പുതിയ വർഷത്തിലേക്ക്. ഇനി പിന്നെ എന്താ ജേണൽ എൻട്രി വന്നേക്കുന്നത്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആയിട്ട് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഭാരത് ലോൺ അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ ടു ഇൻട്രസ്റ്റ് 28,000 അല്ല. ഇവിടെ എത്ര വന്നേക്കുന്നത്? 28,000 ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. 12,000 ഭാരത് ലോൺ അക്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടു ഇൻട്രസ്റ്റ് 28,000 ടു ഭാരത് ലോൺ അക്കൗണ്ട് 12,000. അങ്ങനെ 40,000 രണ്ട് സൈഡും ടാലി ആയിപ്പോയി. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടും നമ്മൾ ക്ലോസ് ചെയ്തു. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ബാങ്കിങ് കമ്പനീസിൻ്റെ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പഠിച്ച് നോക്കുക. ജേണൽ എൻട്രീസൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.